this election is a fight between two ideologies. The ideology of the left front, CPM, and the ideology of the UDF and the Congress Party. ഈ തെരഞ്ഞെടുപ്പ് നിങ്ങൾക്കറിയാം, രണ്ടാശയങ്ങൾ തമ്മിലുള്ള മത്സരമാണ്. ഒന്ന് ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയുടെ ഏകാധിപത്യത്തിന്റെ ആശയം, മറ്റൊന്ന് ഐക്യ ജനാധിപത്യ മുന്നണിയുടെ നന്മയ്ക്ക് വേണ്ടിയുള്ള ആശയം. ഈ ആശയങ്ങൾ തമ്മിലുള്ള പോരാട്ടമാണ് കേരളത്തിലെ അസംബ്ലി തെരഞ്ഞെടുപ്പ്. And for the first time we are seeing that there is a partnership between the BJP and the left front. നമ്മൾ ആദ്യമായിട്ട് കാണുന്നു മാർക്സിസ്റ്റ് പാർട്ടിയും BJPയും തമ്മിൽ ഒരു ബന്ധം, ഒരു പാർട്ട്ണർഷിപ്പ്, ഒരു കൂട്ടുകച്ചവടം കേരളത്തിൽ അവരേർപ്പെട്ടിരിക്കുകയാണ്. Normally this would be quite surprising that a left party is allying with the extreme right party. ഇതിന്റെ പ്രത്യേകത എന്താണ്? ഇടതുപക്ഷം എന്ന് അവകാശപ്പെടുന്ന മാർക്സിസ്റ്റ് പാർട്ടി വലതുപക്ഷ കക്ഷിയായ BJPയുമായിട്ട് സഖ്യത്തിൽ ഏർപ്പെടുന്നു. കോൺഗ്രസ് ആണ് അവരുടെ മുഖ്യ ശത്രു. Because they have diametrically opposite ideologies. അവര് യഥാർത്ഥ പുരോഗമന ചിന്താഗതികളെ, കമ്മ്യൂണിസ്റ്റ് ചിന്താഗതികളെ അവര് തകർക്കുകയാണ്. So the question is, how is it possible that left party is partnering with the right party? ചോദ്യം ഇതാണ്, എങ്ങനെ ഒരു യഥാർത്ഥ ഇടതുപക്ഷ പാർട്ടിക്ക് വലതുപക്ഷ ചിന്താഗതിക്കാരുമായി, കക്ഷികളുമായി എങ്ങനെ ഐക്യത്തിലും ധാരണയിലും പോകാൻ സാധിക്കും? അതാണ് ഞാൻ ചോദിക്കുന്ന ചോദ്യം. This is like a puzzle. This is like a puzzle. ഇത് തികഞ്ഞ അവസരവാദപരമായ നയമാണ്. ഇത് തെറ്റായ സമീപനം തന്നെയാണ്. And some answers are sitting with us on the stage. And some answers to are sitting on the stage. ഇതിനെ എതിർക്കുന്ന കുറച്ചുപേർ, കമ്മ്യൂണിസ്റ്റ് മാർക്സിസ്റ്റ് പാർട്ടിയുടെ ഈ തെറ്റായ നയങ്ങളെ എതിർക്കുന്ന പ്രമുഖരായ ചില നേതാക്കന്മാർ ഇപ്പോൾ നമ്മോടൊപ്പം. There are two veteran leaders from the CPM who are sitting on our stage today. CPM പാർട്ടിയുടെ പ്രമുഖരായ രണ്ട് നേതാക്കന്മാർ, ഗോവിന്ദൻ മാസ്റ്ററും കുഞ്ഞികൃഷ്ണനും നമ്മോടൊപ്പം ഈ വേദി പങ്കിടുകയാണ്. Why are they sitting on our stage? എന്തുകൊണ്ടാണ് അവര് നമ്മോടൊപ്പം ഈ വേദിയിൽ സന്നിഹിതരായിട്ടുള്ളത്? Why are they not campaigning for the left front? Why are they not campaigning for the chief minister? എന്തുകൊണ്ടാണ് അവര് മുഖ്യമന്ത്രിയുടെ പാർട്ടിക്ക് വേണ്ടി അവരെ വോട്ട് ചോദിക്കുന്നില്ല? എന്തുകൊണ്ടാണ് അവർ ഇടതുപക്ഷ മുന്നണിക്ക് വേണ്ടി അവർ വോട്ട് ചോദിക്കുന്നില്ല? Because what is today called the left front is actually not a left of center party at all. യഥാർത്ഥ കാരണം എന്താണ്? ഇന്ന് കേരളത്തിൽ ഇടതുപക്ഷം എന്ന് പറയുന്നവര് യഥാർത്ഥ ഇടതുപക്ഷമല്ല, പുരോഗമന ചിന്താഗതിക്കാരല്ല, അവര് വലതുപക്ഷത്തേക്ക് മാറിക്കഴിഞ്ഞിരിക്കുകയാണ്. In fact, the reason they are partnering with the BJP is because they are both corporate parties. രണ്ട് കക്ഷികളും BJPയും മാർക്സിസ്റ്റ് പാർട്ടിയും ഒന്നിച്ച് ചേർന്നുകൊണ്ട് ഈ അവസരവാദപരമായ നിലപാട് ഐക്യ ജനാധിപത്യ മുന്നണിക്കെതിരെ സ്വീകരിക്കുകയാണ്. They are no longer parties of the people. അവര് ജനങ്ങൾക്കെതിരെയുള്ള നിലപാടുകൾ തന്നെയാണ് പരസ്യമായിട്ട് സ്വീകരിച്ചുകൊണ്ടിരിക്കുന്നത്. And the proof is sitting on the stage here. People who are left-minded are standing here with us today and we are supporting them. യഥാർത്ഥ ഇടതുപക്ഷ ചിന്താഗതിക്കാർ ഈ സ്റ്റേജിലാണ് വരേണ്ടത് എന്നതിന്റെ തെളിവാണ് ഈ രണ്ട് നേതാക്കന്മാർ നമ്മോടൊപ്പം ഇരിക്കുന്നതിന്റെ കാരണം. Now you might ask me, how can I say that the BJP is supporting your chief minister? ഞാൻ ചോദിക്കുന്നു, എങ്ങനെയാണ് BJPക്ക് ഈ മുഖ്യമന്ത്രിയെ എങ്ങനെയാണ് പിന്തുണയ്ക്കാൻ സാധിക്കുന്നത് എന്ന് ഞാൻ ചോദിക്കുകയാണ്. I'll give you two proofs for this. അതിന് രണ്ട് തെളിവുകളുണ്ട്. BJP മുഖ്യമന്ത്രിയെ സഹായിക്കുന്നതിന് വ്യക്തമായ തെളിവുകൾ നമ്മളുടെ മുൻപിലുണ്ട്. The first is
wherever the Prime Minister goes, he talks about temples, he talks about religion, he talks about God. എവിടെയൊക്കെ പ്രധാനമന്ത്രി സഞ്ചരിക്കുന്നുണ്ടോ അവിടെയൊക്കെ മുഖ്യമന്ത്രിയുടെയും സർക്കാരിന്റെയും പങ്കാളിത്തമുണ്ട്. അവരെല്ലാം പ്രധാനമന്ത്രിയെ പ്രശംസിക്കുന്നവരാണ്. But when he comes to Kerala, he does not raise the issue of Sabrimala temple. പ്രധാനമന്ത്രി കേരളത്തിൽ വരുമ്പോൾ കേരളത്തിലെ ഏറ്റവും രൂക്ഷമായ ശബരിമലയിലെ സ്വർണ്ണക്കൊള്ള ആ വിഷയം പ്രധാനമന്ത്രി സംസാരിക്കുന്നേയില്ല. CPM leaders stole gold from Sabrimala temple, replaced it with brass. No action has been taken against them. And the so-called defender of Hinduism comes to Kerala and says nothing about Sabrimala. CPM നേതാക്കന്മാർ ശബരിമലയിലെ സ്വർണം കട്ടെടുത്തു, അവരെ കേസിൽ കുടുങ്ങി. എന്നാൽ പ്രധാനമന്ത്രിയോ കേന്ദ്ര സർക്കാരോ അവർക്കെതിരായി കമ എന്ന അക്ഷരം മിണ്ടുന്നില്ല. ശബരിമല എന്ന വാക്ക് തന്നെ അവരെ ഉപേക്ഷിച്ചിരിക്കുകയാണ്, ഉപയോഗിക്കുന്നില്ല. Because he wants the left front to win the election in Kerala. പ്രധാനമന്ത്രി ആഗ്രഹിക്കുന്നത് ഇടതുപക്ഷം കേരളത്തിൽ ജയിക്കണമെന്നാണ്. അതുകൊണ്ടാണ് അദ്ദേഹം ശബരിമല എന്ന വാക്ക് ഉച്ചരിക്കാൻ മടിക്കുന്നത്. The second proof, whoever attacks the BJP, the RSS, whoever stands in front of them, opposes them, is brutally attacked. ആരൊക്കെ BJP എതിർക്കുന്നോ RSSനെ എതിർക്കുന്നോ അവരെ എതിർക്കാനാണ് മാർക്സിസ്റ്റ് പാർട്ടി ഇപ്പോൾ തുനിഞ്ഞുകൊണ്ടിരിക്കുന്നത്. അതിനാണ് അവരെ പ്രാധാന്യം നൽകുന്നത്. I have 36 cases against me. My house was taken away. My membership of Lok Sabha was taken away. I was interrogated for 55 hours by the ED. എനിക്ക് 36 കേസുകൾ എനിക്കെതിരെയുണ്ട്. എന്റെ പാർലമെന്റ് അംഗത്വം അവർ റദ്ദ് ചെയ്തു. എന്നെ വീട്ടിൽ നിന്ന് അവർ ഒഴിവാക്കി. ഇപ്പോൾ ഇതാ 50-ലേറെ കേസുകൾ എനിക്കെതിരെയുണ്ട്. എന്നിട്ടും മാർക്സിസ്റ്റ് പാർട്ടി എനിക്കെതിരായി BJPയോടൊപ്പം സഖ്യം ചേരുകയാണ്. അവരെന്നെയാണ് ആക്രമിക്കുന്നത്, എനിക്കെതിരെയാണ് അവർ ആക്ഷേപം ഉന്നയിക്കുന്നത്. If the Chief Minister of Kerala is really standing against the BJP, then explain to me why there is no action taken on his corruption cases. Explain to me how his children are not interrogated. Explain to me how he is not attacked. മുഖ്യമന്ത്രി BJP എതിർക്കുന്നെങ്കിൽ എന്തുകൊണ്ടാണ് BJP മുഖ്യമന്ത്രിയുടെ മക്കൾക്കെതിരെയുള്ള കുടുംബാംഗങ്ങൾക്കെതിരെയുള്ള സാമ്പത്തിക ആരോപണ കേസുകളിൽ അദ്ദേഹത്തെ രക്ഷിക്കുന്നത്? എന്തിനാണ് ലാവലിൻ കേസ് പലവട്ടം നീട്ടിക്കൊണ്ടുപോകുന്നത്? മുഖ്യമന്ത്രി കൊടുക്കുന്ന കേസുകളിൽ കേന്ദ്ര ഗവൺമെന്റ് മുഖ്യമന്ത്രിയെ സഹായിക്കുന്ന സമീപനം സ്വീകരിക്കുന്നു. അത് പരസ്യ ബന്ധത്തിന്റെ തെളിവാണ്. The reason is that the BJP wants CPM to be in power over here. Because they know they can control the CPM. They know that they cannot control the UDF and the Congress. BJPക്ക് കേരളത്തിൽ CPMന്റെ ഭരണം തുടരാനാണ് താല്പര്യം. കാരണം എന്താണ്? അവർക്ക് CPMനെ നിയന്ത്രിക്കാൻ സാധിക്കും. അവർക്കറിയാം അവർക്കൊരിക്കലും കോൺഗ്രസിനെയോ UDFനെയോ നിയന്ത്രിക്കാൻ BJPക്ക് കഴിയില്ല എന്ന് അവർക്ക് നന്നായിട്ട് അറിയാം. And Modi knows that only the Congress can challenge him across the nation. The CPM can never challenge Narendra Modi across the nation. മോഡിക്ക് നന്നായി അറിയാം കോൺഗ്രസിന് മാത്രമാണ് ഇന്ത്യ രാജ്യത്ത് നരേന്ദ്രമോദിയെ എതിർക്കാൻ, മതേതരത്വത്തെ സംരക്ഷിക്കാൻ സാധിക്കുന്നത്. ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിന് മാത്രമാണ്. CPMന് അതിന് കഴിയില്ല എന്ന് നരേന്ദ്രമോദിക്ക് നന്നായിട്ടറിയാം.